സേഫ് ഡിസ്റ്റൻസ് അല്ലാതെ നമ്മൾ ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറിയാൽ പുറകിലിരുന്ന വണ്ടിയായിട്ട് ക്രാഷ് ആവാനുള്ള സാധ്യത കൂടുതൽ. വണ്ടിയും പുറകിൽ വരുന്ന വണ്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സേഫ് ഡിസ്റ്റൻസ് ആയിരിക്കും, നമുക്കൊരു ക്രാഷ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാനിന്ന് വന്നേക്കുന്ന ടോയ് കാറായിട്ടാണ്. എനിക്കൊരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊണ്ടുവന്നേക്കുന്നത്. അതായത് നമ്മളെല്ലാവരും റോഡുകളിൽ ഓവർടേക്ക് ചെയ്യുന്നവരാണ്. നമ്മളിപ്പോൾ ഇത് ഒരു വണ്ടി, ഞാനിപ്പോൾ ഈ വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ ബാക്ക് ടു ലെഫ്റ്റ് ട്രാക്കിലേക്ക് തന്നെ കയറും. കാരണം മിക്കപ്പോഴും നമ്മളുടെ റോഡുകൾ സിംഗിൾ ലൈൻ ട്രാക്കുകളായിരിക്കും. അപ്പോൾ ഓവർടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ വണ്ടി ഓവർടേക്ക് ചെയ്തതിന് ശേഷം ഈ വണ്ടിയും പുറകിൽ വരുന്ന വണ്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സേഫ് ഡിസ്റ്റൻസ് അല്ലാതെ നമ്മൾ ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറിയാൽ പുറകിലിരുന്ന വണ്ടിയായിട്ട് ക്രാഷ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെയാണ് ആ സേഫ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണത്. ഞാനിപ്പോൾ ഈ വണ്ടിയായിട്ട് ഓവർടേക്ക് ചെയ്ത് വന്നാൽ എൻ്റെ ലെഫ്റ്റ് മിററിൽ ബാക്കിൽ വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മാത്രമേ എനിക്ക് ബാക്ക് ടു ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറാൻ പാടുള്ളൂ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ബാക്ക് ടു ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറുമ്പോൾ സ്പീഡ് കുറയാതെ വേണം ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറാൻ. സ്പീഡ് കുറഞ്ഞാലും ഈ പുറകിൽ വരുന്ന വണ്ടിയായിട്ട് ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോൾ ഓവർടേക്ക് ചെയ്താലും പുറകിൽ വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എൻ്റെ ലെഫ്റ്റ് മിററിൽ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ സ്പീഡ് കുറയാതെ തന്നെ ഞാൻ ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറിയാൽ എൻ്റെ വണ്ടിയും പുറകിൽ വരുന്ന വണ്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സേഫ് ഡിസ്റ്റൻസ് ആയിരിക്കും, നമുക്കൊരു ക്രാഷ് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യുക.